വർഷ ഏറെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ UDF മണ്ഡലം തിരിച്ചുപിടിച്ചിരിക്കുന്നു. ഒപ്പം വലിയൊരു ലീഡിംഗ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയ LDFനാകട്ടെ പരാജയവും നേരിട്ടു. ജനങ്ങൾ തങ്ങളോടൊപ്പം ഉണ്ടെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് PV അൻവർ. ഒപ്പം വലിയ കരുനീക്കങ്ങളുമായി എത്തിയ BJPക്കാകട്ടെ NDAക്കാകട്ടെ ചിത്രത്തിലില്ലാതെയും പോയി. വിവരങ്ങൾ UDFനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യം തന്നെയാണ്. കാരണം 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിലമ്പൂർ മണ്ഡലം UDFന്റെ കൈകളിൽ ഭദ്രമായിരിക്കുകയാണ്. അത് തന്നെയാണ് തൊട്ടു മുമ്പ് ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. നിലമ്പൂരിൽ പ്രധാനമായും ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥികളെല്ലാം പ്രതികരിക്കുന്നത്. വലിയൊരു നേട്ടം തന്നെയാണ് UDFനെ സംബന്ധിച്ച് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. 11,000-ൽ പരം വോട്ടുകൾക്കാണ് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. അതേസമയം വലിയ രീതിയിലുള്ള വലിയ ആഘോഷമായാണ് LDF M സ്വരാജിനെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M സ്വരാജിനെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. പക്ഷേ ആ പരാജയം LDFനെ സംബന്ധിച്ച് വളരെയധികം ഭീകരമാണ്. കാരണം ഇത്ര പ്രമുഖനായ ഒരു വ്യക്തി ഇവിടെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വരുന്ന 2026-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായും ചോദ്യമായി മാറുന്നത്. LDF സൂചിപ്പിച്ച പോലെ തന്നെ LDF പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണ നേട്ടങ്ങളാണ് ഇവിടെ നിലമ്പൂരിൽ എണ്ണി പറഞ്ഞത് എന്നുള്ളതായിരുന്നു സ്ഥാനാർത്ഥിയായുള്ള M സ്വരാജ് ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. അപ്പോൾ LDF തന്നെയാണ് ഇത് തിരിച്ചടിയാകുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ച് വളരെ വലിയ അഭിമാനകരമായ നേട്ടമാണ്. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ പല രീതിയിലുള്ള വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നുവെങ്കിലും അതിനെല്ലാം തന്നെ ഒരു ഉത്തരമായിരിക്കുകയാണ് ഇപ്പോൾ. എന്ത് തന്നെയായാലും UDFനെ സംബന്ധിച്ച് വളരെ വലിയ നേട്ടം തന്നെയാണ്. അതേസമയം നമ്മൾ എടുത്തുവരേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം PV അൻവർ എഫക്ട് ഉണ്ടായി എന്നുള്ളതാണ്. PV അൻവർ 15,000-ൽ കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ട്. UDFും LDFും പ്രവചിച്ച വോട്ടിനും അപ്പുറമാണ് PV അൻവർ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ PV അൻവറിനെ എങ്ങനെ UDF പരിഗണിക്കുമെന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചപ്പോഴും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. PV അൻവറിനായുള്ള വാതിൽ അടച്ചിട്ടില്ല എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ സംബന്ധിച്ചും വലിയൊരു നേട്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി കിട്ടിയിരിക്കുന്നത് LDFന് തന്നെയാണ്. NDAക്കാണെങ്കിലും അവരുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസമെങ്കിലും ഉണ്ട്. പക്ഷേ LDFന് അതുമില്ല. കാരണം അവർ തുടക്കം മുതൽ തന്നെ സ്വരാജ് ഒരു തവണ പോലും മുന്നിലെത്തിയിട്ടില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്തായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ആകെ കരുളായി പഞ്ചായത്ത് മാത്രമാണ് ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതും 118 വോട്ടിന്റെ ലീഡ് മാത്രമാണ് സ്വരാജിനുള്ളത്. സ്വന്തം മണ്ഡലത്തിൽ പോലും സ്വരാജിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വലിയൊരു തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ്. എന്തായാലും UDF ക്യാമ്പെല്ലാം UDF പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. അവരെല്ലാം തന്നെ ആ വോട്ട് പകുതി എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ ആഹ്ലാദ പ്രകടനവുമായി ഇറങ്ങിയിരുന്നു. കാരണം ഒരു തവണ പോലും LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്തില്ല എന്നുള്ളതാണ് UDF പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആകാംക്ഷ നൽകിയ കാര്യം. കാരണം ഇത്ര വലിയ പ്രചരണം നടത്തിയിട്ടും ഇത്ര വലിയ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തിയിട്ടും LDFന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും വലിയ അഭിമാന നേട്ടം. കാരണം ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു രീതിയാണെങ്കിൽ LDF താഴെ ഇറങ്ങുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് UDF പറയുന്നത്. വർഷ, അതുപോലെ CPMന്റെ കരുത്തുറ്റ മുഖം സെക്രട്ടേറിയറ്റ് അംഗം സ്വന്തം നാട്ടിൽ മത്സരത്തിനെത്തിയിട്ട് വീണ്ടും ഈ 5 വർഷത്തിനിടെ വീണ്ടും ഒരു പരാജയം സ്വരാജിന് ഏൽക്കേണ്ടി വരുന്നു. എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? തീർച്ചയായും ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ അലയടിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതേമായ തീർച്ചയായും അക്കാര്യം ഉറപ്പാണ്. കാരണം CPM തന്നെയാണ് അല്ലെങ്കിൽ LDF തന്നെയാണ് പ്രചരിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് തങ്ങളിവിടെ പ്രചരണം നടത്തുന്നത്. യാതൊരു വിവാദങ്ങളിലേക്കും തങ്ങളില്ല എന്നുള്ള കാര്യമാണ് M സ്വരാജ് തുടക്കം മുതൽ പറഞ്ഞത്. അത്തരം ഒരാൾക്കാണ് ഇവിടെ വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം പഞ്ചായത്തിൽ പോലും ലീഡ് ചെയ്യാൻ വേണ്ടി M സ്വരാജിന് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M സ്വരാജിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. അപ്പോഴും പോസിറ്റീവായി തന്നെയായിരുന്നു M സ്വരാജിന്റെ പ്രതികരണം. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ, അതായത് ഇപ്പം വിജയിച്ച ആര്യാടൻ ഷൗക്കത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് FBയിൽ പോസ്റ്റ് അടക്കം ഇട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും LDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഭരണവിരുദ്ധ വികാരം എത്രമാത്രം നിലമ്പൂരിലുണ്ടോ എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ്. നമ്മൾ സൂചിപ്പിച്ച പോലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരുന്നു മുൻപ് തന്നെ ആളുകളെല്ലാം പറഞ്ഞിരുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ UDFന് വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്
തന്നെയാണിത്. കാരണം 2016 നഷ്ടപ്പെട്ട മണ്ഡലമാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. LDFന്റെ സിറ്റിംഗ് സീറ്റാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ LDFന് വലിയ തിരിച്ചടിയും UDFന് അഭിമാന നേട്ടവുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തുടക്കം മുതൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അൻവറിന്റെ വോട്ട് എങ്ങോട്ട് പോകും, അൻവറിന്റെ വോട്ട് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യം. അത് LDFനാണ് നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. മുമ്പെല്ലാം ആദ്യം എണ്ണിയത് വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ്. അപ്പോൾ മുതൽ തന്നെ PV അൻവർ വലിയ രീതിയിൽ ലീഡ് ചെയ്തിരുന്നു. അവിടെ നഷ്ടപ്പെട്ടത് UDFന്റെ വോട്ടുകളാണെന്നായിരുന്നു ആദ്യം വിലയിരുത്തലുണ്ടായത്. പക്ഷേ ആകെത്തുക നോക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് UDFന്റെ വോട്ടുകളല്ല, LDFന്റെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്. അക്കാര്യം തന്നെയാണ് PV അൻവറും പറഞ്ഞത്. തനിക്ക് കിട്ടിയതെല്ലാം പിണറായി സത്തിനെതിരെയുള്ള വോട്ടുകളാണ് എന്നുള്ള കാര്യമാണ് PV അൻവറും പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷവും PV അൻവർ കൂടുതലായും പ്രതികരിക്കുന്നത് പിണറായി സത്തിനെതിരെയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെതിരെയുമാണ് PV അൻവർ പ്രധാനമായും പറയുന്നത്. ഇനിയൊരു അവസരം UDFിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ബേപ്പൂരിലെത്തി മത്സരിക്കുന്നുള്ള കാര്യം കൂടെ PV അൻവർ പറയുന്നുണ്ട്. അങ്ങനെ PV അൻവറിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത്. അവരുടെ ഭാവി, UDFന്റെ ഭാവിയും അതേപോലെ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത്. അക്കണക്ക് നോക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നേട്ടം തന്നെയാണ് ഉണ്ടായത്. LDFനാണ് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കാടടച്ചുള്ള പ്രചരണമാണ് LDF കൊണ്ടുവന്നത്. കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയിക്കുമെന്ന ആത്മവിശ്വാസവും LDF ക്യാമ്പുകൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം വോട്ടായി, UDFന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിലമ്പൂർ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയെന്ന് തന്നെ വേണം പറയാൻ. ശരി വർഷ.